ഇപ്പോൾ ഈ CPI നേതാക്കളോട് സംസാരിക്കുമ്പോൾ മുഹമ്മദ് മുഹ്സിനിലൂടെ പട്ടാമ്പി വീണ്ടും കിട്ടുന്ന ഒരു ആത്മവിശ്വാസമാണ് അവർ പറയുന്നത്. അല്ല, എനിക്കറിയില്ല അങ്ങനെ. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇനി മത്സരിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം പോലും ഞാൻ ആലോചിച്ചിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ 10 വർഷം കിട്ടിയത് വളരെ നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, 3 ഫ്ലൈ ഓവറുകൾക്ക് ഫണ്ട് വെക്കാൻ കഴിഞ്ഞു. പ്രധാനപ്പെട്ട എല്ലാ റോഡുകളും എനിക്ക് MLA ആയതിന് ശേഷമാണ് ഫണ്ട് വെച്ച് BMBC നിലവാരത്തിൽ ഉയർത്താൻ കഴിഞ്ഞിട്ടുള്ളത്. എല്ലാ പഞ്ചായത്തുകളിലും സമഗ്ര കുടിവെള്ള പദ്ധതിക്കുള്ള ഫണ്ട് ഈ കാലത്താണ് നമുക്ക് വെക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ തടയണകളാണെങ്കിലും മറ്റു നിരവധി വികസന പ്രവർത്തനങ്ങളാണെങ്കിലും, ഇപ്പോൾ മൈനോറിറ്റി കോച്ചിങ് സെൻറ്റർ, വിദ്യാഭ്യാസ മേഖലയിൽ 100 കോടിയുടെ വികസനം നമുക്ക് ഈ കാലയളവിൽ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഓരോ സ്കൂളുകളിലും 5 കെട്ടിടങ്ങളൊക്കെയാണ് ചില സ്കൂളുകളിൽ നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞത്. അതൊക്കെ ആളുകളുടെ മുമ്പിൽ ഇങ്ങനെ കാണുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള വികസനങ്ങളൊക്കെ തന്നെ നടപ്പിലാക്കി നമ്മൾ ആ ഒരു ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ്. ഇപ്പോൾ ക്വാണ്ടിറ്റേറ്റീവായിട്ടുള്ള വികസനം മാത്രമല്ല, ക്വാളിറ്റേറ്റീവായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും നമ്മൾ തുടങ്ങി വെച്ചിട്ടുണ്ട്. ശ്രദ്ധയടക്കമുള്ള പദ്ധതികൾ അതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നാളത്തെ കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ ഞാനൊന്നും പറയില്ല. നാളെ സ്ഥാനാർത്ഥിയാവണോ മത്സരിക്കണോ എന്നുള്ളത് ഒന്ന് പാർട്ടി തീരുമാനിക്കണം, 2 ഞാനും കൂടി തീരുമാനിക്കണം. കാരണം എനിക്ക് സ്ഥാനാർത്ഥിയാവണോ വേണ്ടേ എന്നുള്ളത് പിന്നെ തീരുമാനിക്കാനുള്ള സമയമായിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ പൊതുവെ ഏത് നേതാക്കൾ, അത് എത്ര വലിയ നേതാവാണെങ്കിലും സാധാരണ നേതാവാണെങ്കിലും അത് പാർട്ടി തീരുമാനിക്കും, മത്സരിക്കാൻ താല്പര്യം അങ്ങനെ പറയും. പക്ഷേ ഇത് വ്യക്തിപരമായൊരു തീരുമാനം എടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ഇനി മത്സരിക്കേണ്ട എന്നുള്ള അങ്ങനെ എന്തെങ്കിലും ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു മടുപ്പ് എന്തെങ്കിലും ഉണ്ടോ? ഒരിക്കലും ഒരു മടുപ്പായിട്ടല്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഫുൾ ടൈം ഫീൽഡിലായിരുന്നു. എല്ലാ വർക്കുകളും, പല വർക്കുകളും, ഇത്രയും 1000 കോടി എന്ന് പറയുമ്പോൾ അത് എണ്ണി പറയാൻ മാത്രമല്ല, ഈ പദ്ധതികൾ പലതും ഒരിക്കലും പെട്ടെന്ന് ഒരു വർഷം കൊണ്ടോ അല്ലെങ്കിൽ ഒരു മാസം കൊണ്ടോ നടക്കുന്ന പദ്ധതികളല്ല. ഒരു വലിയ വിഷൻ, ഒരു 10-30 വർഷം മുമ്പിൽ കണ്ടുള്ള പദ്ധതികളാണ് നമ്മൾ വെച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പിറകിൽ ഫുൾ ടൈം പേഴ്സണൽ ലൈഫൊക്കെ മാറ്റിവെച്ച് ഫുൾ ടൈം ഞാൻ നിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇനി മുന്നോട്ട് പോകുന്നതിനെക്കുറിച്ച് ആലോചിക്കുക എന്നുള്ളതാണ്. അതേ സമയത്ത് മത്സരിക്കുന്നോ ഒന്നുമല്ല പറഞ്ഞത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതുവരെയുള്ള കാലയളവ് നോക്കി ഒന്ന് റിവ്യൂ ചെയ്തിട്ട് തുടർന്ന് ഉള്ള പ്രവർത്തനങ്ങൾ നടത്തണം എന്നുള്ള. ഞാനൊരു ഫുൾ ടൈം ഫീൽഡിൽ ഒരു പൊളിറ്റീഷ്യനായി ഫുൾ ടൈം എന്താ പറയുക, പിന്നെ അത്തരത്തിലല്ല. ഞാനൊരു സാമൂഹ്യ പ്രവർത്തനമാണ്. അതുകൊണ്ടാണ് ഞാൻ പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് എടുത്തത്. എനിക്ക് ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ സമയത്ത് മത്സരിക്കാൻ എല്ലാ തരത്തിലും കാര്യങ്ങളും ഓക്കെ ആണെങ്കിൽ അപ്പോൾ ആലോചിച്ചിട്ട് തീരുമാനിക്കും. അതായത് ഈ മുഹ്സിൻ ഒരിക്കലും ഒരു MLA ആകുമെന്ന് പ്രതീക്ഷിച്ച് വന്ന ആളല്ല, അങ്ങനെ അവിചാരിതമായി കിട്ടിയ സീറ്റാണ്. അപ്പോൾ ഇപ്പോൾ 10 വർഷമൊക്കെ കഴിയുമ്പോൾ ഇത് വിട്ട് മറ്റൊരു പ്രൊഫഷൻ എന്നോ ഇല്ലെങ്കിൽ ബിസിനസ് അങ്ങനെ ഒരു ആലോചനയുണ്ടോ? ബിസിനസ് എന്തായാലും ഇല്ല. എനിക്ക് വിദ്യാഭ്യാസ മേഖലയിൽ കാര്യമായിട്ട് പ്രവർത്തിക്കാനും പിന്നെ മെൻ്റൽ ഹെൽത്ത് നമ്മളറിയില്ലേ, നമ്മൾ ഒരുപാട് ഇപ്പോൾ ശ്രദ്ധിക്കാത്ത കാര്യമാണ്. അപ്പോൾ നമ്മൾ മാനസമിത്ര എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് ചെയ്തപ്പോഴാണ് ഒരുപാട് ചെറുപ്പക്കാർ ആത്മഹത്യയിലേക്ക് പോകുന്നുണ്ട്. പേഴ്സണൽ ലൈഫിൽ പല പ്രശ്നം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ മെൻ്റൽ ഹെൽത്ത്, പിന്നെ യൂത്ത് ഡെവലപ്മെൻറ്റ്, നമുക്കറിയാം ഒരു വിഷനുള്ള യൂത്തിനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ള ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇങ്ങനെ ആ വിഷനൊക്കെ ആയിട്ട് തന്നെയാണ് പോകുന്നത്. ഞാൻ MLA ആയാൽ അത് കുറച്ചും കൂടെ നന്നായിട്ട് നടക്കും. ഇനി അതല്ല എന്നുണ്ടെങ്കിലും എനിക്കത് ചെയ്തു പോകാൻ കഴിയും. അപ്പോൾ അങ്ങനെ നമ്മുടെ ഒരു ജീവിത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ MLA ആവുക എന്നോ അല്ലെങ്കിൽ മന്ത്രിയാവുക എന്നുള്ളതല്ല ലൈഫിലെ ലക്ഷ്യം. ഇതൊക്കെ നമ്മുടെ ഉത്തരവാദിത്തമാണ്. ആസ് എ പൗരൻ മറ്റു പലരും നമ്മളെ നിയന്ത്രിച്ച് അവരൊരു വിഷനില്ലാതെ പോകുന്നതിനേക്കും നല്ലത് നമ്മളൊരു വിഷനോട് കൂടി നമുക്ക് ചെയ്തു തീർക്കാനുള്ളത് സമൂഹത്തിന് ചെയ്യുക എന്നുള്ളത് കരുതിയിട്ടാണ് നമ്മൾ ആ ഫീൽഡിൽ വന്നിട്ടുള്ളത്. ഈ ജനപ്രതിനിധി അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ സാമൂഹ്യ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിലൊക്കെ സാമൂഹ്യ പ്രവർത്തനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചായിരിക്കും ഉണ്ടാവുക. ഒരു സംശയമില്ല. ഞാൻ MLA ആവുന്നതിന് മുമ്പും ഒരു സോഷ്യൽ വർക്കർ ആയിരുന്നു. MSW അതുകൊണ്ട് എടുത്തതാണ്. MLA അല്ലെങ്കിലും ഞാൻ ആ ഫീൽഡിൽ തന്നെ ഉണ്ടാവും. ആ തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് പോകും, അതിലൊന്നും സംശയമില്ല. ഇപ്പോൾ MSW കഴിഞ്ഞ ആളുകൾ പലരും ആഫ്രിക്കയിലേക്കൊക്കെ പോകുന്ന ആളുകളുണ്ട്, ഉത്തരേന്ത്യയിൽ ഇതാകുന്നുണ്ട്, നമ്മുടെ അട്ടപ്പാടി പോലുള്ള സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആണെങ്കിൽ എവിടെ വർക്ക് ചെയ്യണം എന്നാണ് ഒരു സ്വപ്നം? ഞാൻ പട്ടാമ്പിയിൽ വർക്ക് ചെയ്യും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഒരു MSW-കാരനായ ഒരാൾ MLA ആയപ്പോൾ ഇപ്പോൾ സംഭവിച്ചത് എന്താണ്? വിദ്യാഭ്യാസത്തിന് പ്രയോറിറ്റി കൊടുത്തു. നമ്മുടെ മണ്ഡലത്തിൽ എടുത്തു പറയാൻ പറ്റുന്ന ഇപ്പോൾ 100 കോടി വിദ്യാഭ്യാസത്തിന് എന്ന് പറഞ്ഞാൽ എല്ലാ സ്കൂളിലും കെട്ടിടങ്ങളും സൗകര്യങ്ങളും വന്നു. ശ്രദ്ധ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വിദ്യാഭ്യാസ പദ്ധതി, ലേണിംഗ് കോൺസ്റ്റൻസി ആയിട്ട് പട്ടാമ്പി മണ്ഡലത്തെ ഡെവലപ്പ് ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ, മാനസമിത്ര എന്ന് പറഞ്ഞ മെൻ്റൽ ഹെൽത്ത് പ്രയോറിറ്റി കൊടുത്തുകൊണ്ടുള്ള പദ്ധതി. അപ്പോൾ ഇത്തരത്തിൽ വ്യത്യസ്തമായ പല പ്രവർത്തനങ്ങളും ചെയ്യാൻ കഴിഞ്ഞത് അല്ലെങ്കിൽ തുടക്കം കുറിക്കാൻ കഴിഞ്ഞത് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു സോഷ്യൽ വർക്ക് ബാക്ക്ഗ്രൗണ്ടോടുകൂടിയാണ്. അപ്പോൾ അതിന് ഒരു MLA എന്നുള്ള പവർ കൂടി ലഭിച്ചപ്പോൾ കുറച്ചുകൂടി എളുപ്പമായി. കുറച്ചും കൂടെ അതാണ് പറഞ്ഞത്, ഇത്രയും കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞത് ഇതും കൂടെ ഉണ്ടായതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളെ സിസ്റ്റം വളരെ യാന്ത്രികമായിട്ട് പോകുന്നതാണ്. ഇപ്പോൾ ഒരു MLA ആവുക, അല്ലെങ്കിൽ ഒരു വികസന പ്രവർത്തനങ്ങൾ നടത്തുക, ഇതൊക്കെ വളരെ യാന്ത്രികമായിട്ട് പോകുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഒരു MLA ആവുക എന്നുള്ളത്
അതിൽ ഒഴുക്കിനെതിരെ നീന്തി കഴിഞ്ഞാലാണ് നമുക്ക് വ്യത്യസ്തമായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുക. അപ്പോൾ അത് ഈ 10 വർഷം കൊണ്ട് എനിക്ക് പല കാര്യങ്ങളും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുമുണ്ട്. ചില കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാൻ കഴിയാത്തത്, പല പ്രതിസന്ധികളുള്ളത്, അതൊക്കെ ചെയ്ത് തീർക്കണം എന്ന് ആഗ്രഹമുണ്ട്. സോ ലെറ്റ്സ് സീ. എന്തായാലും മുഹമ്മദ് മുഹസിൻ മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. പട്ടാമ്പിയിൽ എന്തായാലും ഇത്തവണ വലിയ തീവാറും പോരാട്ടം നടക്കാനാണ് സാധ്യത. സാജിദ് അജ്മൽ, മീഡിയ 1, പാലക്കാട്.